ഹായ് ഹലോ, നമുക്കൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു വെള്ളപ്പമാണ് കേട്ടോ. ഇനി അരി കുതിർത്തെടുക്കാൻ മറന്നാലും നമുക്ക് വെള്ളപ്പം ഈസിയായി ചുട്ടെടുക്കാം. അരി അരച്ച് ചുടുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ വെള്ളപ്പവും. ഇനി നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിനായി 1.5 കപ്പ് അരിപ്പൊടി എടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയൊന്നുമല്ല കേട്ടോ, നമ്മളെ സാധാ അരിപ്പൊടിയാണേ. പിന്നെ 4 ടേബിൾ സ്പൂൺ ചോറ്, 1/4 കപ്പ് തേങ്ങ, ആവശ്യത്തിന് നോർമൽ വാട്ടർ എന്നിവ എടുക്കാം. ഇതെല്ലാം ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. അരിപ്പൊടി മിക്സിയിലിടുന്നതിന് മുമ്പായിട്ട് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ അരിപ്പൊടി ഇടാം. എന്നിട്ട് പിന്നെ ചോറ്, തേങ്ങ, പിന്നെ ഒരല്പം ഈസ്റ്റ്, പിന്നെ പഞ്ചസാര, ഇതെല്ലാം മിക്സിയിലിട്ടതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുന്നത് മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായി ഇളക്കി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ബാറ്റർ നന്നായി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയിൽ വെച്ച് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. എങ്കിലേ നമ്മുടെ വെള്ളപ്പം നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടില്ല, വെള്ളം അല്പം കുറവാണ്. അതുകൊണ്ട് അല്പം കൂടെ വെള്ളം ചേർത്ത് നമുക്കൊന്നും കൂടെ അരച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. കാരണം ഇത് പൊങ്ങി വരും. പൊങ്ങി വന്നാൽ പോകാത്ത വിധത്തിലുള്ളൊരു ആയമുള്ള പാത്രം എടുക്കാം. അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലും അല്പം വെള്ളം ഒഴിച്ച് ചുവറ്റി പാരാവുന്നതാണ്. അധികം ഓവറായി വെള്ളം ഒഴിക്കരുത്, കാരണം ഇത് ലൂസായ നമ്മുടെ വെള്ളപ്പം നന്നായി കിട്ടില്ല. ഇനി ഈ ബാറ്റർ നന്നായി നമുക്ക് ഇളക്കിയെടുക്കാം. നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇപ്പോൾ നമുക്ക് മഴക്കാലമല്ലേ, മഴക്കാലം ആയതുകൊണ്ട് പൊങ്ങി കിട്ടാൻ പണിയാവും. അതിനായി ഒരു പരന്ന പ്ലേറ്റ് വെച്ചിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലേറ്റിലേക്ക് നമ്മുടെ മാവിൻ്റെ പാത്രം ഇറക്കി വെക്കാം. ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് വെക്കാം. രാത്രി അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ എടുത്ത് ദോശ ചുടാം. ഇനി രാത്രിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുൻപേ അരച്ചെടുക്കാവുന്നതാണ്. എൻ്റെ മാവ് രാവിലെ ആയപ്പോഴേക്കിന് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച പ്ലേറ്റ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ മാവിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ മാവ് അല്പം ഒന്ന് താന്നു പോകും. അത് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട കേട്ടോ. അത് നമ്മുടെ വെള്ളപ്പം നല്ല റെഡി ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ചട്ടി വെച്ച് വെള്ളപ്പം ചുട്ടു തുടങ്ങാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിക്കുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ട് അപ്പം തന്നെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. പെട്ടെന്ന് മാറ്റണേ. ഇതുപോലെ നമുക്ക് എല്ലാ വെള്ളപ്പവും ചുട്ടെടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും തരണേ. ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും. അരി അരക്കാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി വെള്ളപ്പം റെഡിയാക്കി എടുക്കാം.